ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ട്രംപിൻ്റെ കടന്നുവരവ് ഒട്ടേറെ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു. അധികാരത്തിലേറി മണിക്കൂറുകൾക്കകം തന്നെ ട്രംപ് തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തിയപ്പോൾ ലോകം അതിനെ കണ്ടത് വ്യത്യസ്ത അഭിപ്രായങ്ങളോട് കൂടിയായിരുന്നു. ട്രംപിൻ്റെ തീരുമാനങ്ങളെ ഒരു വിഭാഗം അനുകൂലിച്ചപ്പോൾ മറ്റൊരു വിഭാഗം എതിർക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ട്രംപ് കൈക്കൊണ്ട തീരുമാനങ്ങളിൽ ഒന്നാണ് 23ഓളം പ്രോ ലൈഫ് പ്രവർത്തകർക്ക് മാപ്പ് നൽകി അവരെ കുറ്റവിമുക്തരാക്കിയത്. ഭ്രൂണഹത്യാ ക്ലിനിക്കുകൾ ഉപരോധിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടവരാണ് ഈ 23 പേർ. ഭ്രൂണഹത്യ തടയുക, ജീവന് സംരക്ഷണം നൽകുക തുടങ്ങിയ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരാണ് പ്രോ ലൈഫ് പ്രവർത്തകർ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തിപരമായി പ്രോ ലൈഫ് പ്രവർത്തനങ്ങളെയും അതിൻ്റെ ഭാഗമായി നടക്കാറുള്ള മാർച്ച് ഫോർ ലൈഫിനെയും ഒക്കെ ഏറെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ്. നമുക്കറിയാം, 2020 ജനുവരി 24 മാർച്ച് ഫോർ ലൈഫ് നടക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു അധികാരത്തിലുണ്ടായിരുന്നത്. ട്രംപ് മാർച്ച് ഫോർ ലൈഫിൽ ഭാഗമാവുകയും പ്രഭാഷണം നടത്തുകയും ചെയ്തു. എടുത്തു പറയാൻ കാരണം, മാർച്ച് ഫോർ ലൈഫിൽ പങ്കെടുക്കുന്ന ആദ്യത്തെ US പ്രസിഡന്റ് എന്ന പേരിൽ ലോകമെമ്പാടും ഈ കാര്യം ചർച്ച ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് അധികാരത്തിലേറുന്നത് ഏറെ പ്രതീക്ഷയോടെയാണ് പ്രോ ലൈഫ് പ്രവർത്തകർ നോക്കിക്കണ്ടത്. അവരുടെ പ്രതീക്ഷകൾക്ക് ഒട്ടും ഭംഗം വന്നില്ല എന്ന് മാത്രമല്ല, പ്രോ ലൈഫിന് അനുകൂലമായ തീരുമാനങ്ങൾ കൈക്കൊണ്ട് ട്രംപ് തൻ്റെ നിലപാടുകളിൽ മാറ്റമില്ലാതെ മുന്നോട്ട് പോകുന്നു. 2020 ഒക്ടോബർ മാസത്തിലാണ് വാഷിംഗ്ടൺ DC-യിലെ ഒരു അബോർഷൻ ക്ലിനിക്കിൽ പ്രോ ലൈഫ് പ്രവർത്തകരുടെ ഉപരോധം നടന്നത്. സൂക്ഷ്മം പറഞ്ഞാൽ ട്രംപ് ഭരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിൽ. പിന്നീട് ജോ ബൈഡൻ സർക്കാർ അധികാരത്തിൽ വന്നു. എന്നാൽ ഇവരെ കുറ്റവിമുക്തരാക്കിക്കൊണ്ട് ഉത്തരവിൽ ഒപ്പുവെക്കുന്നത് വലിയ ബഹുമതിയായി കരുതുകയാണെന്നും ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും സമാധാനപരമായി പ്രതിഷേധിച്ചവർക്കാണ് മാപ്പ് നൽകിയത് എന്നുമാണ് ട്രംപ് പറഞ്ഞത്. ട്രംപ് ഇത് പറഞ്ഞത് അമേരിക്കയിലെ ഏറ്റവും വലിയ ഭ്രൂണഹത്യ വിരുദ്ധ റാലിയെ മാർച്ച് ഫോർ ലൈഫിനെ വീഡിയോയിലൂടെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ടായിരുന്നു. ഏറെ അഭിമാനത്തോടെ ഒരിക്കൽ കൂടി കുടുംബങ്ങളെയും ജീവനെയും സംരക്ഷിക്കുമെന്നും തൻ്റെ വീഡിയോ സന്ദേശത്തിൽ ട്രംപ് കൂട്ടിച്ചേർത്തു. ട്രംപിൻ്റെ വാക്കുകൾ ഇപ്രകാരമായിരുന്നു: എൻ്റെ 2ാം ടേമിൽ ഞങ്ങൾ വീണ്ടും അഭിമാനത്തോടെ കുടുംബങ്ങളെയും ജീവനെയും സംരക്ഷിക്കും. ഞങ്ങൾ നേടിയ ചരിത്ര നേട്ടങ്ങൾ ഞങ്ങൾ സംരക്ഷിക്കും. ഒരിക്കലും പ്രതീക്ഷ കൈവിടാത്തതിന് നന്ദി. നിങ്ങളുടെ മഹത്തായ പിന്തുണയ്ക്ക് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം അമേരിക്കയെ അനുഗ്രഹിക്കട്ടെ. മുമ്പ് സൂചിപ്പിച്ചതുപോലെ 2020 നടന്ന മാർച്ച് ഫോർ ലൈഫിൽ അന്ന് പ്രസിഡന്റ് ആയിരിക്കെ ട്രംപ് പങ്കെടുത്തത് ചരിത്രത്താളുകളിൽ ഇടം നേടി. പരിപാടിയിൽ പങ്കുചേർന്ന ആദ്യ പ്രസിഡന്റ് എന്ന ഖ്യാതിയോടെയാണ് ഡൊണാൾഡ് ട്രംപ് അന്ന് റാലിയിൽ അണിചേർന്നത്. നമുക്കറിയാം, 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഗർഭഛിദ്രം പ്രധാന പ്രചാരണ വിഷയമായിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമല ഹാരിസും മുൻ പ്രസിഡന്റ് ജോ ബൈഡനും ഭ്രൂണഹത്യയ്ക്ക് വേണ്ടി അനുകൂലമായ നിലപാടെടുത്തവരാണ്. എന്നാൽ ഇന്ന് ജീവന്റെ സംരക്ഷണത്തിനായി ട്രംപ് സ്വീകരിക്കാൻ പോകുന്ന പുതിയ തീരുമാനങ്ങളും നയങ്ങളും പ്രോ ലൈഫ് പ്രവർത്തകർ ഉറ്റുനോക്കുകയാണ്.